പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രത്തിന്റെ ബൈക്കിൽ കയറാൻ കൂട്ടാക്കാതെ നല്ല കലിപ്പിൽ അവിടെ നിന്ന് അങ്ങ് വെച്ച് പിടിക്കുകയാണ് വേദ. വേദയെ നോക്കി വിക്രം പകച്ചു നിൽക്കുന്നുണ്ട്. ആ പോക്ക് കണ്ടാൽ തന്നെ അറിയാം എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന്. അപ്പോഴാണ് ശ്രീജ അങ്ങോട്ടേക്ക് വരുന്നത്. അവൾ വിക്രത്തിനോട് പതുക്കെ പറയുന്നുണ്ട്, എടാ വേദ ഇന്നലെ രാത്രി ഒട്ടും തന്നെ ഉറങ്ങിയിട്ടില്ല. നേരം വെളുക്കുവോളും ആ പെണ്ണ് നല്ല കരച്ചിലായിരുന്നു എന്ന് പറയും. ഇത് കേട്ടപ്പോൾ വിക്രമിൻ്റെ ചങ്കൊന്ന് പടഞ്ഞു. അവളുടെ ഉള്ളിൽ എന്തോ ഒരു വലിയ വിഷമമുണ്ടെന്ന് വിക്രത്തിന് മനസ്സിലായി. പക്ഷേ എന്താ സംഭവമെന്ന് പിടികിട്ടാതെ അവൻ വല്ലാതെ അസ്വസ്ഥനാവുകയാണ്. ആ മാറ്റത്തിന് പിന്നിലെ കളി എന്താണെന്നറിയാൻ അവൻ വെമ്പുന്നുണ്ട്. ഇതേ സമയം ഓഫീസിൽ തളർന്നിരിക്കുകയായിരുന്നു വേദ. വിക്രത്തിനെയും ആ വീട്ടുകാരെയും പിരിഞ്ഞു നിൽക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വേദക്ക് കഴിയില്ല. പക്ഷേ അച്ഛൻ്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ അവരെ ഉപേക്ഷിച്ചേ പറ്റൂ എന്ന അവസ്ഥയിൽ നീറുകയാണവൾ. അവിടേക്കാണ് ആ ഒരു കുരുട്ടുബുദ്ധിയുമായി ശ്രീകാന്ത് വരുന്നത്. അവനെ കണ്ടതും വേദയുടെ ഉള്ളൊന്ന് പാളി. ശ്രീകാന്ത് ആവട്ടെ ഒരു കള്ളച്ചിരിയോടുകൂടെ അവളുടെ അരികിലേക്ക് വന്ന് ചോദിക്കാണ്, എന്തേ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നീ ആലോചിച്ചു നോക്കിയോ എന്ന്? നിന്റെ മുഖം കണ്ടാലേ അറിയാം അതിൻ്റെ സീരിയസ് നിനക്ക് പിടികിട്ടിയിട്ടില്ലെന്ന്. നീ ഇന്നലെ കണ്ണിമ ചിമ്മിയിട്ട് പോലുമില്ലല്ലോ. അച്ഛൻ്റെ ജീവനാണോ അതോ വിക്രത്തിൻ്റെ കൂടെയുള്ള സുഖവാസമാണോ വലുത് എന്ന് നീ തീരുമാനിച്ചു കാണുമല്ലോ. ഇനി അഥവാ അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലും തന്നെ നിനക്ക് ആ വീട്ടിൽ തന്നെ കഴിയണമെന്നാണ് നിന്റെ പ്ലാന് എങ്കിൽ അതൊരു സമാധാനമുള്ള ജീവിതമായിരിക്കില്ല മോളെ. നീ കാരണം ഒരു ജീവൻ പോയി എന്നോർക്കുമ്പോൾ നിനക്ക് പിന്നെ എങ്ങനെയാണ് അവരുടെ കൂടെ ചിരിച്ചും കളിച്ചും സന്തോഷിച്ച് കഴിയാൻ പറ്റുന്നത്? എല്ലാ കാര്യങ്ങളും നീ ആലോചിച്ച് കാണുമെന്ന് എനിക്കറിയാം. ഇത് കേട്ട് വേദയുടെ കണ്ണ് നിറഞ്ഞു തുളുമ്പാണ്. അവൾ കലിപ്പിൽ തന്നെ അവനെ ഇങ്ങനെ ദേഷ്യപ്പെട്ടു നോക്കുന്നുണ്ട്. ശ്രീകാന്ത് ആണെങ്കിൽ ജയിച്ച ഭാവത്തിൽ അവളെ നോക്കി പുച്ഛിച്ചങ്ങ് ചിരിക്കാണ്. വേദ വിഷമം സഹിക്കാനാവാതെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നോടും കുടുംബത്തോടും ചെയ്യുന്നത് വലിയ ചതിയാണ് ശ്രീയേട്ടാ. ഇതിന് നിങ്ങൾ എന്നെങ്കിലും മറുപടി പറയേണ്ടി വരും. പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്ടൂടെ എന്ന് അവൾ കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷേ ശ്രീകാന്ത് വിട്ടുകൊടുക്കാനൊന്നും തയ്യാറായില്ല. നീ എത്ര കരഞ്ഞാലും എനിക്കൊന്നുമില്ല. അയാളെ ആ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുന്നത് നിന്റെ കണ്ണീര് കാണാനല്ല. എൻ്റെ ഡിമാൻഡ് നീ അംഗീകരിച്ചേ പറ്റൂ. എൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. വേദക്ക് ഇതൊക്കെ കേട്ടിട്ട് ആകെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഡിവോഴ്സ് നോട്ടീസിൽ ഒപ്പിടുമ്പോൾ തൻ്റെ ജീവിതം അവസാനിച്ചു എന്ന ചിന്തയിൽ അവൾ പൊട്ടിക്കരയുകയാണ്. ആ സങ്കടം ഉള്ളിലൊതുക്കി മുറിയിലിരിക്കുമ്പോൾ ശ്രീജ വന്ന് വാതിൽ മുട്ടുന്നു. കണ്ണുനീരെല്ലാം തുറച്ചു കൊടുത്തുകൊണ്ട് തന്നെ വേദ വാതിൽ തുറന്നു കൊടുത്തുവെങ്കിലും വേദക്ക് നിയന്ത്രിക്കാനായില്ല. അവൾ കട്ടിലിൽ ചെന്നിരുന്നു. ശ്രീജ ചോദിക്കുകയാണ്, എന്താ മോളെ, എന്താ നിനക്ക് പറ്റിയത്? വിക്രത്തിനോട് നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് എന്ന് ചോദിക്കും. നിന്റെ ഉള്ളിൽ എന്തോ ഉണ്ടെന്ന് എനിക്കറിയാം, അതൊന്ന് ഈ ഏട്ടത്തിയോട് പറഞ്ഞൂടെ എന്ന് ചോദിക്കാണ് ശ്രീജ. അപ്പോഴാണ് വേദ അങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. എനിക്കൊറ്റയ്ക്ക് ജീവിക്കണം, എനിക്കൊറ്റയ്ക്കിരിക്കണം, അതോ ഞാൻ എവിടെ നിന്നും ഇറങ്ങിപ്പോകണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ വേദ അങ്ങ് ബഹളം വെക്കാണ്. ശ്രീജക്കാണെങ്കിൽ ഇതെന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ല. ശ്രീജ ആണെങ്കിൽ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. സ്വസ്ഥമായിട്ട് എന്നെ ഒന്ന് ഇരിക്കാൻ പോലും സമ്മതിക്കില്ലേ? ദയവ് ചെയ്ത് ഒന്ന് പോയി തരാമോ എന്നൊക്കെ വേദ ആക്രോശിക്കുമ്പോൾ ശ്രീജയുടെ കണ്ണ് നിറയുന്നു. തന്നെ ഇത്രയും സ്നേഹിക്കുന്ന അനുജത്തി തന്നെ ഇങ്ങനെയൊക്കെ പറയുന്നത് സഹിക്കാനാവാതെ ശ്രീജ കരഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോവുകയാണ്. എന്നാൽ തനിക്കെല്ലാം തന്നെ ഈ വീടും വീട്ടുകാരും എല്ലാം ഉപേക്ഷിച്ച് പോവേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് തന്നെ വേദ അവിടെ തന്നെ തളർന്നിരുന്ന് നീറുകയാണ്. സത്യം ആരോടും തന്നെ തുറന്നു പറയാൻ പോലും പറ്റാത്ത വല്ലാത്തൊരവസ്ഥയിലായിരിക്കട്ടെ വേദ അവിടെ നിന്നിങ്ങനെ വിങ്ങിപ്പൊട്ടി കരയുന്നത്. വേദയുടെ കരച്ചിൽ ആ മുറികളിലെ ചുവരുകളെ പോലും നൊമ്പരിപ്പിക്കുന്നതായിരുന്നു. ശ്രീജ പോയതോടുകൂടെ തന്നെ താൻ പാടെ ഒറ്റപ്പെട്ടു എന്ന് തോന്നൽ അവൾ വല്ലാതെ വേട്ടയാടി. കുറച്ചു സമയം കഴിഞ്ഞ് വിക്രം പതുക്കെ മുറിയിലേക്ക് കടന്നു വന്നു. ഒന്നും മിണ്ടാതെ കട്ടിലിൻ്റെ അരികിലിരുന്നു. അവളുടെ കൈകൾ ചേർത്ത് പിടിച്ചു. ആ സ്പർശത്തിൽ വേദ ആകെ വിറച്ചു പോയിരുന്നു. തനിക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ വേദ? ഉണ്ടെങ്കിൽ അടിച്ചോ പിടിച്ചോ, പക്ഷേ ഇങ്ങനെ മിണ്ടാതിരിക്കരുത് എന്ന് വിക്രം വിതുമ്പലോടെ പറഞ്ഞപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് എല്ലാം തുറന്നു പറയാനാണ് അപ്പോൾ വേദക്ക് തോന്നിയത്. പക്ഷേ ജനാൽക്കൽ ഒരു നിഴൽ കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ കയ്യങ്ങ് പിൻവലിച്ചു. ശ്രീകാന്തിൻ്റെ ആളുകൾ പുറത്ത് കാവലുണ്ടെന്ന ബോധ്യം അവളെ വീണ്ടും കല്ലുപോലെയാക്കി. എനിക്ക് നിങ്ങളോട് ഒരു സ്നേഹവുമില്ല വിക്രം, എനിക്ക് നിങ്ങളെ കാണുന്നത് പോലും വെറുപ്പാണ് എന്ന് മനസാക്ഷി ഇല്ലാതെ തന്നെ അവൾ കള്ളം പറഞ്ഞു തീർന്നപ്പോൾ വിക്രമിൻ്റെ മുഖം ആകെ മരവിച്ചു പോയി. ആ വാക്കുകൾ ഒരു മൂർച്ചയുള്ള ആയുധം പോലെ അവൻ്റെ നെഞ്ചിൽ തറച്ചു. വിക്രം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അങ്ങനെ പടിയിറങ്ങുമ്പോൾ അവൻ അവസാനമായി ആ വീടിൻ്റെ ഉമ്മറത്ത് ഒന്ന് നിന്നു. അച്ഛനും അമ്മയും ശ്രീജയും എല്ലാം തകർന്നു നിൽക്കാണ്. വേദ തൻ്റെ വസ്ത്രങ്ങളെല്ലാം തന്നെ ഒരു പെട്ടിയിലാക്കി താഴേക്ക് വന്നു. അവളുടെ കണ്ണുകൾ അച്ഛനെ തിരയുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രീകാന്തിൻ്റെ ഫോൺ കോൾ അപ്പോൾ അവളുടെ കയ്യിൽ വിറച്ചു. ഒപ്പിട്ട പേപ്പറുമായി കാറിൽ കയറിക്കോ, നിന്റെ അച്ഛൻ അപ്പുറത്ത് സേഫാണ് എന്ന് അയാളുടെ ചിരി കേട്ടപ്പോൾ അവൾ പിന്നെ ഒരക്ഷരം മിണ്ടാതെ അവിടെ നിന്നും പടിയിറങ്ങി.
വിക്രം തടയാനൊന്നും വന്നില്ല. പകരം ആ സിറ്റൗട്ടിൽ അങ്ങനെ തളർന്നിരുന്നു. വേദ കാറിൽ കയറി പോകുമ്പോൾ ജനാലിലൂടെ വീടിനെ നോക്കി വിങ്ങിപ്പൊട്ടിക്കരയായിരുന്നു. കാർ ചെന്ന് നിന്നത് നഗരത്തിലെ പുറത്തുള്ള ഒരു പഴയ ഗോഡൌണിന്റെ മുന്നിലായിരുന്നു. അവിടെ ശ്രീകാന്ത് അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വേദ അവന്റെ മുഖത്തേക്ക് ഡൈവേഴ്സ് പേപ്പറുകൾ വലിച്ചെറിഞ്ഞു. ഇതാ ശ്രീയേട്ടന് വേണ്ടതെല്ലാം തന്നെ ഇതെടുത്തോ, ഇനി അച്ഛൻ ഇങ്ങ് വിട്ടയക്ക് എന്നവൾ ആക്രോശിച്ചു. ശ്രീകാന്ത് ആ പേപ്പറുകളെല്ലാം നോക്കി ക്രൂരമായി ചിരിച്ചു. ഇനി നിന്റെ അച്ഛനെ നിനക്ക് കൊണ്ടുപോവാം, പക്ഷേ ഒരു ഓർമ്മയായിരിക്കട്ടെ, നീ ഇന്നു മുതൽ ഈ ലോകത്ത് ഒറ്റക്കാണ് എന്ന് പറഞ്ഞ് അയാൾ മാറി നിന്നു. അവിടെ ഒരു മൂലയിൽ കെട്ടിയിട്ട സുധാകര മാഷിനെ കണ്ടതോടുകൂടെ തന്നെ വേദ ഓടിച്ചെന്ന് ആ ഒരു കെട്ടുകളെല്ലാം അഴിച്ചു. അച്ഛൻ ആ സമയത്ത് ബോധരഹിതനായിരുന്നു. അയാളെ താങ്ങിപ്പിടിച്ച് വേദ പുറത്തേക്ക് വരുമ്പോൾ പെയ്യാൻ തുടങ്ങിയ മഴയിൽ വേദ ആകാശത്തേക്ക് നോക്കി നിന്നു. ഞാൻ ചെയ്തത് തെറ്റാണോ? പക്ഷേ മറുപടിയായി ഒരു ഇടിമുഴക്കം മാത്രമാണ് കേട്ടത്. തൻ്റെ പ്രാണനാഥനായ വിക്രമിനെ, താൻ സ്നേഹിച്ച കുടുംബത്തെയും അച്ഛന് വേണ്ടി ബലി കൊടുത്ത ആ ഒരു പെൺകുട്ടി ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുകയായിരുന്നു. വേദയാണെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സ്വന്തം ജീവിതം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ടായിരിക്കട്ടെ സുധാകരൻ മാഷിനെ ജീവനോടെ കൊണ്ട് തന്നെ വേദ രക്ഷിക്കുന്നത്. അങ്ങനെ വേദ രക്ഷിച്ചതിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് വമ്പൻ ട്വിസ്റ്റ് നിറഞ്ഞ എപ്പിസോഡുകളൊക്കെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് കഴിഞ്ഞ ശേഷം തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. ബൈ.